അതിന് പറയാനുള്ള മറുപടി ഉണ്ടാകും. എന്തായാലും ആദ്യം LDF-ന്റെ പ്രതിനിധി ജയദേവൻ പെരുമാട്ടിയിലേക്കാണ്. ജയദേവൻ, എന്താണ് ഇവിടെ ഒരു ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് ഇപ്പോൾ LDF തുടരും എന്നാണ് പറയുന്നത്. അങ്ങനെ തുടരണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് LDF-ന്റെ ഒരു വിലയിരുത്തൽ? തികഞ്ഞ ആത്മാഭിമാനത്തോടുകൂടി അതിലുപരി ആവേശത്തോടുകൂടി ആണ് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിന് നേരിടുന്നത്. ഇതുവരെ UDF-ന്റെ ഭരണകാലഘട്ടത്തിൽ വികസനം വന്നത് രേഖയിൽ ഒതുങ്ങുന്ന വികസനങ്ങളാണ്. അത് മാറി വികസനം എന്ത് എന്ന് കണ്ടറിയുന്ന തൊട്ടറിയുന്ന വികസനം നടപ്പിലാക്കിയ ഗവൺമെന്റാണ് ഇടതുപക്ഷ ഗവൺമെന്റ്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ നാടിനകത്ത് എണ്ണിയാൽ ഒടുങ്ങാത്ത വികസന പ്രവർത്തനങ്ങൾ നടത്തിയ സർക്കാർ ഏത് എന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസിന്റെ പ്രതിനിധികൾക്ക് പോലും നിസ്സംശയം പറയാൻ വേണ്ടി കഴിയുന്ന ഒന്നാണ്. ഇവിടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഇവിടെ ഞാൻ പറയുന്ന മുഴുവിക്കുന്നതിന് മുന്നേ നിങ്ങൾ പറഞ്ഞു, ഇവിടെ പ്രതിപക്ഷ നേതാവ് ഈ സോഷ്യൽ മീഡിയയിൽ ജീവിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്ന ഒരാളോട് ഞങ്ങൾക്ക് മറ്റു വർത്തമാനങ്ങളില്ല. ഇതിനപ്പുറത്തായി വലിയ സംവാദങ്ങൾ നടക്കേണ്ടിയിരുന്ന വേദിയായിരുന്നല്ലോ നിയമസഭ. ആ നിയമസഭയിൽ ഒരു സംവാദത്തിന് ക്ഷണിച്ചിട്ട് അടിയന്തര പ്രമേയത്തിന് ഞങ്ങൾ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പോലും അതിന് തയ്യാറാകാതെ അതിൽ നിന്ന് ഒളിച്ചോടിയ പ്രതിപക്ഷ നേതാവിൽ നിന്ന് ഇതിൽ കൂടുതൽ എന്താ പ്രതീക്ഷിക്കാനുള്ളത്? ഈ നാട് വികസനം എന്ത് എന്ന് കണ്ടറിഞ്ഞതാണ്. നാഷണൽ ഹൈവേ, ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് പൂട്ടിപ്പോയ നാഷണൽ ഹൈവേ നടപ്പിലാക്കിയ സർക്കാർ. ഈ നാട്ടിൽ പൊതുവിദ്യാലയങ്ങൾ 10 ലക്ഷത്തിലധികം വരുന്ന വിദ്യാർത്ഥികളെ പൊതുവിദ്യാലയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന സർക്കാർ. അമ്മേ, വൈദ്യുതി ഇനി കറണ്ട് എപ്പോ വരും എന്ന ചോദ്യത്തിൽ നിന്നും പവർ കട്ട് എന്താണ് അമ്മേ എന്ന ചോദ്യത്തിലേക്ക് എത്തിച്ച വികസന പ്രവർത്തനത്തിന്റെ പേരാണ് ഇടതുപക്ഷ സർക്കാർ. അതാണ് ഈ ഗവൺമെന്റിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഇവിടെ കോൺഗ്രസ്സുകാർ ബഹളം ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളുടെ നേതാവ് സുധാകരനോട് ചോദിച്ചു, ഇവിടെ മൂന്നാമതും ഒരു പിണറായി സർക്കാർ വരില്ല അല്ലേ എന്ന് പറഞ്ഞപ്പോ സുധാകരൻ പറഞ്ഞ മറുപടി അത് ഉറപ്പു പറയാൻ എനിക്ക് കഴിയില്ല എന്നാണ്. അപ്പൊ സുധാകരൻ തന്നെ മനസ്സിലായി മൂന്നാമതും ഇവിടെ ഇടതുപക്ഷം തന്നെ വരും എന്നുള്ളതാണ്. ഫാറൂഖിലേക്കാണ് പോകുന്നത്. ഫാറൂഖ്, അപ്പോൾ ഒരു തുടർഭരണം തന്നെ ഉണ്ടാകും, നിങ്ങൾക്ക് പോലും ഉറപ്പില്ല എന്നാണ് ജയദേവൻ പറയുന്നത്. അത് നിങ്ങളുടെ മുതിർന്ന നേതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. 10 വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിനെതിരെയുള്ള ജനങ്ങളുടെ വികാരം ജനങ്ങൾ വിധി എഴുതിയത് ഏപ്രിൽ മാസം 9-ാം തീയതി അല്ല, ഡിസംബർ മാസം 13-ാം തീയതി ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞു. അതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഇതൊരു കാവൽ സർക്കാരാണ്. ഈ കാവൽ സർക്കാരിനെ താഴെറക്കുന്ന ദിവസമായിരിക്കും മെയ് 4-ന് TP ചന്ദ്രശേഖരന്റെ രക്തസാക്ഷിത്വ ദിനത്തിൽ. ഒരു സംശയവും വേണ്ട. വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയ നാട്, ആരോഗ്യ മേഖല, ഓപ്പറേഷന് ചെന്നാൽ കത്രിക വയറ്റിൽ തുന്നിക്കെട്ടുന്ന ആരോഗ്യ വകുപ്പ്, അതുപോലെ തന്നെ അഴിമതിയുടെ കൂമ്പാരമായി നിൽക്കുന്ന ഈ കുടുംബം, പിണറായിയുടെ കുടുംബം ഉൾപ്പെടെ ഈ സർക്കാരിനെ താഴെ ഇറക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വരുമ്പോ പിന്നെ എന്തിനാണ് UDF പിന്നീട് വരുന്നത്? UDF എന്തിന് എന്നുള്ളതിന് ഈ ചിത്രം ഒന്ന് കണ്ടാൽ മതി. ഇതാണ്, ഒന്ന് സൂം ചെയ്യണം, ഈ ചിത്രം ഒന്ന് കാണണം. UDF എന്തിന് എന്നുള്ള ചോദ്യത്തിന്റെ മറുപടി ഇതാണ്. നമ്മുടെ പൂങ്കാവനമായ ശബരിമലയില് ശാസ്താവിന്റെ ദ്വാരപാലക ശില്പങ്ങൾ 2014 കാണുന്നതും അന്ന് ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോ സ്വർണത്തിന്റെ ദ്വാരപാലക ശില്പങ്ങളായിരുന്നുവെങ്കിൽ 2023 അത് പിണറായി ഭരിക്കുമ്പോ ചെമ്പായി മാറിയെങ്കിൽ ഈ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം അടിച്ചു മാറ്റിയ പിണറായി സർക്കാരിനെ ജനം പുറംകാല് കൊണ്ട് തള്ളുന്ന ചവിട്ടുന്ന ദിവസമായിരിക്കും. അത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞത് ഇതാണ്. ഇത് 2 ചിത്രം. ഇത് നോക്കൂ. ഒന്ന് സ്വർണം, പക്ക 24 കാരറ്റ് സ്വർണം. 2 ചെമ്പ്. സ്വർണം ഉമ്മൻചാണ്ടിയുടെ കാലത്ത്, ചെമ്പ് പിണറായിയുടെ കാലത്ത്. ഇത് തന്നെയാണ്. അതുകൊണ്ട് തിരികെ വരില്ല എന്നാണ് ഫാറൂഖ് പറയുന്നത്. എങ്ങനെ? സ്വർണം ചെമ്പാക്കിയവർ തിരികെ വരില്ല, ഒരു സംശയമില്ല. ഈ എല്ലാ അഴിമതിയും നടത്തി ദൈവത്തെ പോലും കൊള്ളയടിക്കുന്നവർ, ഇവിടുത്തെ ഭക്തജനങ്ങളും വിശ്വാസികളും ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. 3.0 പിണറായി വന്നാൽ ഇപ്പോൾ ദ്വാരപാലക ശില്പങ്ങളെ, സ്വർണത്തിന്റെ ദ്വാരപാലക ശില്പങ്ങളെ അടിച്ചു മാറ്റിയിട്ടുള്ളൂ.
സാക്ഷാൽ അയ്യപ്പനെ പോലും അടിച്ചു മാറ്റാൻ ഇവർക്ക് കഴിയും, ഇവർ അത് ചെയ്യുമെന്നുള്ളത് കൊണ്ട് ജനങ്ങൾ പറയുന്നു ഇനിയൊരു ഇടതുപക്ഷ സർക്കാർ ഈ നാട്ടിൽ ഉണ്ടാകില്ല, ഐക്യ ജനാധിപത്യ മുന്നണി വരും എന്നുള്ളതിൽ സംശയവും വേണ്ട. ഈ രണ്ട് അവകാശവാദങ്ങൾക്കിടയിൽ ബിജെപിയുടെ പ്രസക്തി എവിടെയാണ്? ബിജെപി നയിക്കുന്ന NDA നയിക്കുന്ന ബിജെപി അടക്കമുള്ളവർ പാലക്കാട്ട് എന്ത് മാറ്റം ഉണ്ടാക്കും എന്നാണ് കരുതുന്നത്? ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് തീർച്ചയായും കേരളത്തിന്റെ ചരിത്രത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഇന്നേ വരെ കാണാത്ത തരത്തിലുള്ള വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ നേരത്തെ ശബരിമലയെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇവിടെ രണ്ട് വിഷയത്തിൽ ശബരിമലയെ സംബന്ധിച്ച് പറയാനായിട്ടുണ്ട്. ഈ ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാൻ പറ്റില്ല. അത്തരത്തിലുള്ള രണ്ട് പെണ്ണുങ്ങളെ ശബരിമലയിലേക്ക് പോലീസ് എസ്കോർട്ടോട് കൂടിയിട്ട് പോലീസ് യൂണിഫോം ധരിച്ചുകൊണ്ട് യുവതികളെ കയറ്റി വിശ്വാസികളെ മുറിവേൽപ്പിച്ചവർക്ക് ഇന്നാട്ടിലെ ജനം മറുപടി പറയുക തന്നെ ചെയ്യും. പിന്നെ രണ്ട്, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇവിടെ ഓഡിയൻസ് ചോദിച്ച ചോദ്യത്തിന് ബോധപൂർവ്വം സ്കിപ്പ് ചെയ്ത് പോയി ഫാറൂഖ്. ആ സ്വർണം സോണിയാഗാന്ധിയോട് ചോദിക്കാൻ പറഞ്ഞു. ഈ സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണ്? സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള എന്തെങ്കിലും പുറത്തു പറയാൻ പറ്റാത്ത രീതിയിലുള്ള ബന്ധം എന്തെങ്കിലും ഉണ്ടോ? ഇത്രയ്ക്ക് സോണിയാഗാന്ധിയോടൊപ്പം ചേർന്ന് അവർ നിന്ന് പടമെടുത്ത് പുറത്തു വന്ന സമയത്ത് അതിനെക്കുറിച്ച് മറുപടിയൊന്നും കോൺഗ്രസുകാർക്കില്ല. ആ ചിത്രം പുറത്തു വന്നതിന്റെ തൊട്ടടുത്ത ദിവസം മുതൽ സാമൂഹ്യ മാധ്യമത്തിനകത്ത് സോണിയാഗാന്ധിയും പോറ്റിയും തമ്മിലുള്ള ചിത്രങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഇവർ സൂക്ഷിച്ചതുപോലെ കേരളത്തിലെ സമരമൊക്കെ നിർത്തി. കാരണം ഇന്നും ജനങ്ങൾ ചോദിക്കുന്നുണ്ട് സോണിയയും പോറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇത് പറയുമ്പോൾ ഒറ്റ കാര്യമുണ്ട്. രാഹുൽ ഗാന്ധി വന്ന് കേരളത്തിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്. പ്രധാനമന്ത്രി വന്നല്ലോ കേരളത്തിൽ, പ്രധാനമന്ത്രി എന്തുകൊണ്ട് ശബരിമലയെ കുറിച്ച് ഒരു വാക്ക് മിണ്ടിയില്ല എന്നൊരു ചോദ്യം കോൺഗ്രസ് ഉയർത്തി. ഞാൻ മറുപടി പറയട്ടെ. ഈ പിൽഗ്രിമേജ് എന്നോട് ചോദ്യം, പിൽഗ്രിമേജ് തീർത്ഥാടനം, അത് കേന്ദ്ര സർക്കാരിന്റെ തീർത്ഥാടന സ്ഥലങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്നതാണോ സംസ്ഥാന സർക്കാരിന് കീഴിൽ വരുന്നതാണോ? എൻ്റെ ഒരു സംശയത്തിന് ഞാൻ ചോദിക്കണം. അല്ല, എൻ്റെ ഒരു സംശയത്തിന് ചോദിക്കണം. എനിക്കറിയാത്തതുകൊണ്ട് സംശയത്തിന് ചോദിക്കണം. അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും അതിന്റെ ഈ വ്യവഹാരങ്ങളും ഇതെല്ലാം ആരുടെ കീഴിലാണ് വരുന്നത്? അല്ല, ഒരു മിനിറ്റ് എൻ്റെ ഒരു സംശയമാണ്. ആരുടെ കീഴിലാണ് വരുന്നത്? സംസ്ഥാന സർക്കാരിന്റെ കീഴിലാണ് വരുന്നത്. ഉറപ്പാണല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഈ ഒരു കൊള്ള നടന്ന സമയത്ത് ആ തീവെട്ടിക്കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്ത സർക്കാർ ഒരു വശത്ത്, ആ കട്ട സ്വർണം വിൽക്കാൻ കൂട്ടുനിന്ന കോൺഗ്രസ് ഒരു വശത്ത്, ഇവർ രണ്ടുപേർക്കുമുള്ള മറുപടി ഈ തെരഞ്ഞെടുപ്പിൽ ജനം മറുപടി പറയുക തന്നെ ചെയ്യും. ശബരിമലയെ കുറിച്ച് BJP പറയുന്നുണ്ടോ? ഒരു മിനിറ്റ്, BJP പറയുന്നുണ്ടോ? ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇന്ന് കേരളത്തിൽ ഈ ശബരിമല അത് യുവതികളെ പ്രവേശിപ്പിച്ച സമയത്ത് അതിനെതിരെ നടന്ന വിശ്വാസ സംരക്ഷണമായാലും 6 ലക്ഷത്തിലധികം BJPയുടെ പ്രവർത്തകർ ഇന്നും കോടതി കയറി ഇറങ്ങുന്നുണ്ട്. അല്ല, ഒരു മിനിറ്റ് പൂർത്തിയാക്കട്ടെ, ചോദ്യം ചോദിച്ചാൽ പൂർത്തിയാക്കട്ടെ. ആ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടത്തിയ സമര പോരാട്ടങ്ങളിൽ ഇന്നും 6 ലക്ഷത്തിലധികം BJPയുടെ പ്രവർത്തകന്മാർ കോടതി വരാതെ കയറി ഇറങ്ങുന്നുണ്ട്. രണ്ട്, ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഈ കേരളത്തില് ഇപ്പൊ നടന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടത്തിയ സമരങ്ങളെല്ലാം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിയാണ്. നിരവധിയായ BJPയുടെ പ്രവർത്തകന്മാർ ഇന്നും അതിനെതിരെ നടന്ന കേസുകളിൽ പ്രതിയാണ്. ഇനി നരേന്ദ്രമോദി തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും മറുപടി വേണം, അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കണമെന്നില്ല. BJP പറയുന്നുണ്ട്, BJP ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ നടത്തുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു കാര്യത്തിന് മറുപടി പറയണ്ടേ? ഈ പാലക്കാട് CPM-മായി ചേർന്ന ഒരു ഡീൽ BJPക്ക് ഉണ്ടോ എന്നുള്ളതാണ്. ഞാൻ ഈ ചോദ്യം വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു. കാരണം എന്താ വെച്ചാല് ഡീലിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് സത്യത്തിൽ നോക്കേണ്ട എവിടെ അറിയോ? തൊട്ടുപുറയിലേക്ക് നോക്കേണ്ടത്. കാരണം VK ശ്രീകണ്ഠൻ പാലക്കാടിന്റെ MP എപ്പോഴാണ് സുരേഷ് ബാബുവിന് കൈ കൊടുക്കേണ്ടി വേണ്ടി നിൽക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന്റെ അന്ന് വൈകുന്നേരം പാലക്കാടിന്റെ MP ശ്രീ VK ശ്രീകണ്ഠൻ അദ്ദേഹം എന്താ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത്? BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടി ഇവിടെ ഒരു മതേതര മുന്നണി ഉണ്ടാക്കണമെന്നും ആ മതേതര മുന്നണിയിലേക്ക്
LDF ഉൾപ്പെടെ കടന്നു വേണമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ VK ശ്രീകണ്ഠനാണ് വാതിൽ തുറന്നിട്ട് കൊടുത്തത്. ഒരു മിനിറ്റ്, ഇവിടെ ഡീലുണ്ടാക്കാൻ ശ്രമിച്ചത് ശ്രീ VK ശ്രീകണ്ഠനാണ്, കോൺഗ്രസ് പാർട്ടിയാണ്. അത് ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ പാലക്കാടിന്റെ MLA എവിടെ എന്നുള്ള ചോദ്യം, ഇവിടെ ഇത്രയും വലിയ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കുമ്പോൾ 139 മണ്ഡലങ്ങളിലും അവിടുത്തെ MLA-മാർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. പാലക്കാട് MLA കുറിച്ചുള്ള ചോദ്യം വരാതിരിക്കുന്നതിന് വേണ്ടി ബോധപൂർവം VD സതീശൻ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള കേവലം രാഷ്ട്രീയ ആരോപണം മാത്രമാണ്. ഒരു കാര്യം ആദ്യം പറയാം, നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഒന്ന് പ്രസംഗിച്ചത് ഇവിടെയാണ്. നേരത്തെ പറഞ്ഞുള്ള ശബരിമല വിഷയോ ഈ ഗവൺമെന്റിനെതിരെ ഒരക്ഷരം മിണ്ടിയില്ല. അത് തന്നെ സൂചിപ്പിക്കുന്നു BJP CPM കേരളത്തിന്റെ ഡീലിന്റെ തെളിവ്. അക്കാര്യത്തിൽ സംശയം വേണ്ട. ഇനി ഞാൻ ഇവിടെ